അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മളുള്ളത്. ലോക ഇസ്ലാമിക ചരിത്രത്തിലും അതുപോലെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലുമെല്ലാം സലഫി പ്രസ്ഥാനവും സലഫി മെത്തഡോളജിയും അതിനിർണായകമായ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഈ സലഫ് എന്നുള്ള പദപ്രയോഗം അതിൽ നിന്ന് രൂപപ്പെട്ട സലഫി, സലഫിയ, സലഫിസം എന്ന് തുടങ്ങിയ ഈ സംജ്ഞകളെല്ലാം അതിന് വ്യത്യസ്തമായ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സലഫി വിഭാഗത്തിൽ നിന്ന് രൂപപ്പെട്ട വിവിധ പദപ്രയോഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വ്യതിരിക്തമായ ഒരു വിഭാഗം എന്ന നിലയിൽ അവരുടെ ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനങ്ങളുടെ അവരുടെ ചിന്താധാരയും അവരുടെ നയനിലപാടുകളും അവർക്കുള്ളിൽ തന്നെ ഉണ്ടായ വിവിധ വിഷയങ്ങളോടുള്ള അവരുടെ സമീപനവുമെല്ലാം അതിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മളുള്ളത്. സലഫി പ്രസ്ഥാനം എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സവിശേഷമായ ചരിത്രത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചില സംഭാവനകൾ അർപ്പിച്ചവരും കൂടിയിട്ടാണ്. മുസ്ലിം സമുദായത്തിൽ ഉണ്ടായ പല വിഷയങ്ങളെയും നേരിട്ടിടപെടുകയും അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമൂഹത്തിലുണ്ടായ പല വിപ്ലവാത്മകമായ ചലനങ്ങൾക്കും നവോത്ഥാനത്തിനും അവരുടേതായ പങ്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലോക സമകാലിക ഇസ്ലാമിക മുന്നേറ്റങ്ങളിലും വിശിഷ്യ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലുമെല്ലാം സലഫി പ്രസ്ഥാനങ്ങൾക്കും സലഫി നവോത്ഥാന നായകന്മാർക്കും അതിസുപ്രധാനമായ പങ്കാണ് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സലഫിസം എന്നുള്ള ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളിവിടെ സംസാരിക്കുന്നത്. സലഫിസം എന്ന് കേൾക്കുമ്പോൾ അതൊന്ന് ലിറ്ററലിസ്റ്റിക് വായനയുടെ ഒരു വിഭാഗം എന്ന നിലയിലോ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന നിലയിലോ എന്നൊക്കെയുള്ള ഭാഷാപരമായ പദപ്രയോഗങ്ങളിലൂടെ മാത്രമാണ് ലോകത്ത് ഈ വിഭാഗത്തെ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനേക്കാളും അപ്പുറം ഈ സലഫി മൂവ്മെന്റിനും അവരുടെ ചിന്താധാരകൾക്കും ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിൽ തന്നെയും സമകാലിക ലോകത്തും ഒരു അതിനിർണായകമായ പങ്കുണ്ട് എന്ന് നമ്മൾ ഈ വർക്ക്ഷോപ്പിലൂടെ സമർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഈ വിഷയത്തോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേകിച്ച് സലഫി പ്രസ്ഥാനങ്ങളോടോ സലഫി മൂവ്മെന്റിനോടും അതിൻ്റെതായ ചിന്താധാരകളോടും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരായിരിക്കാം ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും ഇസ്ലാമിക ചരിത്രത്തിലും അവർ ചെലുത്തിയ സ്വാധീനത്തെയും കൂടി പഠിക്കുമ്പോഴാണ് സലഫി മൂവ്മെന്റ് എന്നത് എത്രത്തോളം വ്യതിരിക്തവും വൈവിധ്യവും കൂടി നിറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി സലഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പിന്റെ ഒരു ആമുഖം എന്ന നിലയിലാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സലഫി മൂവ്മെന്റ് എന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും സലഫ്, അതുപോലെ സലഫി, സലഫിയ, സലഫിസം എന്നീ ടെർമിനോളജികളിലൂടെയാണ് നമുക്ക് മുമ്പിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്. ഈ പദപ്രയോഗത്തെ തന്നെ സലഫി പണ്ഡിതന്മാർ അവർ ഇസ്ലാമിക സ്രോതസ്സുകൾ നിന്നുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സൂറത്ത് സുഖ്റുഫിലെ 56-ാമത്തെ ആയത്തിൽ ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ എന്ന് പറയുന്ന ഒരു ആയത്ത് നമുക്ക് കാണാം. ധാരാളം ഭാഗങ്ങളിൽ സലഫി എന്നുള്ള പദപ്രയോഗം ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം മുൻഗാമികൾ എന്ന തരത്തിലാണ് അതിൻ്റെ അർത്ഥം വന്നിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ തന്നെ അർത്ഥം അങ്ങനെ പിന്നീടുള്ളവർക്ക് അവരെ നാം മുൻമാതൃകയും മുൻഗാമികളും ഉപമയുമാക്കി എന്ന രീതിയിലാണ് ഈ സൂക്തത്തിൻ്റെ അർത്ഥം. ഈ ഒരു ഭാഗം മൂസ അലൈഹി ഇസ്ലാമിനെയും ഫിറോന്റെയും ആ ഒരു ചരിത്രം പറഞ്ഞതിന് ശേഷം ഫിറോൻ വിഭാഗത്തിന് സംഭവിച്ച അള്ളാഹു നൽകിയ ശിക്ഷയെ പരാമർശിച്ച ശേഷമാണ് ഈ ഒരു സലഫി എന്നുള്ള പദപ്രയോഗം അവിടെ വന്നത്.
ഖുർആനിൽ സലഫി എന്നുള്ള പദപ്രയോഗം മുൻഗാമികൾ എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് ഇത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഹദീസിലും ചില ഭാഗങ്ങളിൽ സലഫി എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ആ ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മക്ബറയുടെ ഖബറിസ്ഥാൻ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ ആ ഒരു ഭാഗത്തെത്തിയതിനു ശേഷം അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികളെ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയുകയും നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വ അൻതും സലഫുന നഹ്നു ബിൽ അസർ, നിങ്ങൾ ഞങ്ങൾക്ക് മുൻഗാമികളാണ്, നിങ്ങൾ പുറയിൽ വരുന്നവരാണ് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് വചനത്തിൽ നമുക്ക് അങ്ങനെ കാണാം. ഈ ഒരു തരത്തിൽ സലഫി എന്നുള്ള പദപ്രയോഗം ഖുർആനിൽ മുൻഗാമികൾ എന്നുള്ള അർത്ഥത്തിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ മുൻഗാമികൾ എന്ന അർത്ഥത്തിലും നമുക്ക് കാണാം. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ സലഫി എന്നുള്ള പദപ്രയോഗം പിന്നീട് നമുക്ക് സലഫു സാലിഹ് എന്നുള്ള ഏറ്റവും നല്ലവരായ സുഹൃതവാന്മാരായ മുൻഗാമികൾ എന്നുള്ള തരത്തിലേക്ക് ആ പദപ്രയോഗം രൂപപ്പെടുന്നത് നമുക്ക് പിൻകാലങ്ങളിൽ കാണാം. ഇത് ആര് എന്നുള്ളതിന് വിശദീകരിച്ചുകൊണ്ട് നിരവധി പണ്ഡിതന്മാർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ധാരാളം ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു സലഫു സാലിഹ് ആര് എന്ന് പറയുന്ന വിശദീകരണമുണ്ട്. ഈ ഒരു വിശദീകരണത്തെ കുറിച്ചൊക്കെയും, അതായത് സലഫു സാലിഹ് ആരാണ്, അവരുടെ സ്വഭാവ മഹിമകൾ എന്തൊക്കെയാണ്, അവരുടെ പ്രധാന ചർച്ചകൾ ഏതൊക്കെയാണെന്നുള്ള വിശദമായ ചർച്ചകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു ആമുഖം മാത്രമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സലഫു സാലിഹ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചും ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിന്റെ അനുയായികൾ സ്വഹാബികൾ, അവരുടെ അനുയായികളായ താബിഈകൾ, അതിനുശേഷം വന്ന തലമുറയായ താബികൾ എന്നറിയപ്പെടുന്ന 4 തലമുറയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സലഫു സാലിഹ്യങ്ങൾ എന്ന് പൊതുവായി വിളിക്കപ്പെടുന്നത്. അതിനുശേഷമുള്ളവരെ പിൻഗാമികൾ, ഖലഫി എന്നുള്ള പദപ്രയോഗം നമുക്ക് ഉപയോഗിക്കുന്നതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. അതിൻ്റെ കൂടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പദപ്രയോഗം, സലഫി പണ്ഡിതന്മാർ ഈ സലഫി എന്നുള്ള പദപ്രയോഗത്തിന് ചരിത്രപരമായ ഒരു ബന്ധം കണക്ട് ചെയ്യുന്നത് കാണാം. സാധാരണ ഓറിയന്റലിസ്റ്റ് സ്റ്റഡീസുകളിലോ അല്ലെങ്കിൽ സലഫി ക്രിട്ടിക്കുകളുടെ രചനകളിലോ ഈ സലഫി എന്ന് പറയുന്ന പദപ്രയോഗം പിന്നീട് ആധുനികമായി രൂപപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് കാണാം. എന്നാൽ ധാരാളം സലഫി പണ്ഡിതന്മാർ ഈ പദപ്രയോഗം 12ാം നൂറ്റാണ്ടിൽ തന്നെ ഉപയോഗിച്ചതാണ് എന്ന് പറയുന്ന ഒരു ചരിത്രരേഖ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇമാം സമാനി എന്ന് പറയുന്ന, അതായത് അബൂ സഈദ് അബ്ദുൽ കരീം ഇബ്നു മുഹമ്മദ് മൻസൂർ അത്തമീമി സമാനി എന്ന് പറയുന്ന ഹിജ്രി 6ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ AD 12ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രധാനിയായ തുർക്ക്മെനിസ്ഥാൻ ഭാഗത്ത് ജീവിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പ്രധാനമായ കിതാബിൽ, അതായത് കിതാബുൽ അൻസാബ് എന്ന് പറയുന്ന രചനയിൽ സലഫി എന്നുള്ള പദപ്രയോഗം ആദ്യമായി ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ആ പദത്തെ വിശദീകരിക്കുന്നതായും പണ്ഡിതന്മാർ കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അതായത് അദ്ദേഹം പറയുന്ന സലഫി എന്ന് പറയുന്നത് ബിൽ ഫതഹ്സീൻ വല്ലാം, ലാമിനും, ഞാൻ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. സലഫി പദപ്രയോഗത്തിന്റെ ഗ്രമറ്റിക്കൽ വിശദീകരണം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇത് പറയുന്നത് ഹാദിഹി നിസ്ബത്തുൻ ഇല സലഫ്, സലഫികളിലേക്ക് ചേരുന്ന ഒരു ബന്ധവുമാണെന്നും ഇന്തിഹാല് മദാബിഹിം അലാമ സമയത്ത്, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടത് പ്രകാരം അവരുടെ കാഴ്ചപ്പാടുകളിലേക്ക് ബന്ധമുള്ള ഒരു പദപ്രയോഗമാണിതെന്നും വിശദീകരിച്ചു കൊണ്ട് സലഫി എന്നുള്ള പദപ്രയോഗം 12ാം നൂറ്റാണ്ടിൽ തന്നെ പ്രചാരമുള്ള ഒരു പദപ്രയോഗമാണ് എന്ന് ഇമാം സമാനി അദ്ദേഹത്തിന്റെ കിതാബുൽ അൻസാബിൽ പറയുന്നതായി ആധുനിക സലഫി പണ്ഡിതന്മാർ അത് കോട്ട് ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സലഫി എന്നുള്ള പദപ്രയോഗം സാധാരണ പൊതുവെ പറയപ്പെടുന്നത് പോലെ അത് ആധുനികമായി രൂപപ്പെട്ട അല്ലെങ്കിൽ വെസ്റ്റേൺ ഒരു കോയിനേജ് ആണ് എന്ന തരത്തിലുള്ള വിശദീകരണത്തെക്കാളും അപ്പുറം അത് തെറ്റാണെന്നും അതിനു മുമ്പ് തന്നെ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതൻ ഈ പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം അന്ന് തന്നെ ഈ പദപ്രയോഗം സജീവമായിരുന്നു എന്നതാണ് സലഫി പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു ഏകദേശം 20ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് താഹിർ അൽ ജസാഇരി. അതായത് അബ്ദുൽ ഖാദിർ ജസാഇരി അൽജീരിയൻ സ്വാതന്ത്ര്യ സമര നേതാവും പ്രധാനപ്പെട്ട പണ്ഡിതനുമായിരുന്ന
അബ്ദുൽ ഖാദർ അൽ ജസാഇരിയുടെ സുഹൃത്തിന്റെ മകനാണ് ഷേഖ് താഹിർ അൽ ജസാഇരി. അദ്ദേഹവും ഇദ്ദേഹത്തിലും ഇൻഫ്ലുവൻസ് ആവുകയും അതുപോലെ തന്നെ ആ ഒരു സമയങ്ങൾ 1900-കളിൽ സജീവമായ വിവിധ സലഫി പണ്ഡിതന്മാരുടെ ചിന്തയിൽ ആകർഷണനായ അദ്ദേഹം അൾജീരിയയിലും അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലുമെല്ലാം ഈ സലഫി ചിന്തകളുടെ വ്യാപനത്തിന് കാരണക്കാരനായി മാറി എന്ന് പറയുന്ന ഒരു ചരിത്ര വായനയും കൂടി നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാം. അതായത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനുയായി പരമ്പരകളുമാണ് സലഫിയ എന്നുള്ള പദപ്രയോഗം കൂടുതൽ വ്യാപിച്ചത് എന്ന് പറയുന്നൊരു വായനയും കാണാം. അതായത് ഇവിടെ ഞാനിത് പ്രത്യേകം പറയാൻ കാരണം ഈ പദപ്രയോഗത്തെ അവർ ഏറ്റെടുക്കുമ്പോൾ ഇന്ന് വെസ്റ്റേൺ കോയിനേജിൽ മനസ്സിലാക്കപ്പെടുന്ന ഒരു മതമൗലികവാദമോ അക്ഷരപൂജകരായ ഒരു വിഭാഗം ആൾക്കാരുടെയോ അല്ലെങ്കിൽ പൊതുവിശ്വാസികളെ പുറംതള്ളുന്ന ഒരു കൂട്ടം സംഘടിതരായ ആൾക്കാരെന്ന നിലയിലോ അല്ല, പകരം ഈ സലഫു സാലിഹ്യങ്ങളെ പിൻപറ്റുന്നവർ എന്നുള്ള അർത്ഥത്തിൽ മുൻഗാമികളായ അവരുടെ വിശ്വാസ ആചാര രീതികളെ പിൻപറ്റുന്നവർ എന്ന നിലയിലാണ് ഈ സലഫിയ പദപ്രയോഗം ഉപയോഗിച്ചതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇത് പറഞ്ഞുകൊണ്ടാണ് സലഫി എന്നുള്ള പദപ്രയോഗത്തെ ആധുനിക സലഫി പണ്ഡിതന്മാർ എങ്ങനെ കാണുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ സൗദി അറേബ്യയിലെ അതിന്റെ ചുറ്റുപാടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് അനുയായി വൃന്ദങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണല്ലോ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണ വേളയിൽ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു സലഫി എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ആ പദപ്രയോഗം ഉപയോഗിക്കുന്നതോടുകൂടി സമൂഹത്തിലുള്ള ഒരു വിള്ളൽ വരുത്താൻ കാരണമാകുമോ? അതൊരു പ്രശ്നമുള്ള പദപ്രയോഗമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് പറയുന്നത്, അതായത് ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക ആശയാദർശങ്ങൾ പിൻപറ്റുന്ന, അതുപോലെ തന്നെ ഈ അനാചാരങ്ങളും മറ്റുള്ള ദുരാചാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ശരിയായ പാത പിൻപറ്റുന്ന ഒരാളിനെയാണ് സലഫി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പദം ഉപയോഗിക്കാം എന്ന് പറയുന്ന തരത്തിൽ സാലിഹ് ഫൗസാൻ അതിന് മറുപടി പറയുന്നത് കാണാം. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയും കൂടി ഈ സലഫി വിഷയത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് സായിദ് റമളാൻ ബൂത്തി സിറിയനിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സലഫിയയെ കുറിച്ചിട്ടുള്ള ഒരു രചന ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ സലഫിയ എന്ന് പറയുന്നത്, അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്, സലഫി പ്രസ്ഥാനം, സലഫിയ എന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് കിതാബ് സലഫിയ മർഹലത്തുൻ സമനിയ അൽ മുബാറക ലാ മദ്ഹബ് ഇസ്ലാമിയ. അദ്ദേഹം പറഞ്ഞത് സലഫി പ്രസ്ഥാനം, സലഫിയ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മദ്ഹബല്ല, അതിനേക്കാളും അപ്പുറം സലഫിയ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ വളരെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു ഘട്ടമാണ് എന്ന രീതിയിൽ സായിദ് റമളാൻ ബൂത്തി ഒരു രചന നിർവഹിക്കുന്നുണ്ട്. ഈ രചനയ്ക്ക് മറുപടി എഴുതിക്കൊണ്ട് ധാരാളം പണ്ഡിതന്മാർ സലഫി മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ. അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ സയ്യിദ് റമളാൻ ബൂത്തിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഇത് സലഫിയ എന്ന് പറയുന്നത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണെന്നും ആ തരത്തിലുള്ള ഒരു വിമർശനത്തെക്കാളും അപ്പുറം അത് വളരെ തെറ്റാണെന്നും വിശദീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഷെയ്ഖ് സാലിഹ് ഫൗസാൻ രചന നിർവഹിക്കുന്നത് നമുക്ക് കാണാം. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ തന്നെ തഖീബാത്ത് വലാ കിതാബ് സലഫിയ ലസ്ത് മദ്ഹബ് എന്ന് പറയുന്ന, അതായത് ഈ സലഫിയ എന്ന് പറയുന്നത് ഒരു മദ്ഹബല്ല എന്ന് പറയുന്ന ആ കിതാബിനെ കുറിച്ചിട്ടുള്ള ഒരു റെഫ്യൂട്ടേഷൻ ആണ്. അതിന്റെ പേരിലാണ് അദ്ദേഹം ഈ തഖീബാത്ത് വലാ കിതാബ് സലഫിയ ലസ്ത് മദ്ഹബ് എന്ന് പറയുന്ന കിതാബ് എഴുതിയത്. ഈ കിതാബിൽ തന്നെ സയ്യിദ് റമളാൻ ബൂത്തിയുടെ കാഴ്ചപ്പാടുകളെ ഓരോന്നായി എടുത്തുകൊണ്ട് ശക്തമായ വിമർശന പരമ്പര തന്നെ അദ്ദേഹത്തിന്റെ ആ രചനയിൽ നടത്തുന്നത് നമുക്ക് കാണാം. ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സലഫിയ എന്നുള്ള പദപ്രയോഗത്തിന്റെ ഒരു പ്രത്യേകത അതൊരു കഴിഞ്ഞൊരു കാലഘട്ടമല്ല എന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു ഘടന അതിനുണ്ട് എന്നും വിശദീകരിക്കുന്ന ഷെയ്ഖ് സാലിഹ് ഫൗസാന്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാം. അൽ ഇജാബാത്തുൽ ഫാസില അനി ശുബ്ഹാത്തുൽ ഹാസില എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയിലും ഈ ഒരു ഭാഗം അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്
സലഫി വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ മൻഹജ് എന്നുള്ള പദപ്രയോഗം. എന്താണ് ഈ മൻഹജ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്നുള്ള സമകാലികരായ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് ബിൻ സാലിഹ് ഉസൈമീൻ. അദ്ദേഹത്തിന്റെ തമസ്സകു ബിസ്സുന്ന അന്നബവിയ വ ആസാറുഹ എന്ന് പറയുന്ന രചനയിൽ, അതായത് സുന്നത്തു നബിയുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നതിൻ്റെയും അതിൻ്റെ ആസാർ, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുറുകെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ രചനയിൽ ഈ ഒരു വിഷയം മൻഹജ് എന്ന് പറയുന്നത് അത് സലഫു സാലിഹ്യങ്ങളുടെ ജീവിത രീതികൾ പിൻപറ്റുകയും അവരുടെ ആരാധന രീതികൾ അതേപടി സ്വീകരിക്കുകയും ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മറ്റുള്ളവരോട് ഇടപെടുകയും ചെയ്യുന്നതിനെയാണ് മൻഹജ് എന്ന് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ മൻഹജിനെ കുറിച്ചും അഹ്ലു സുന്നത്തിനുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഈ മൻഹജ് എന്ന നിലയിൽ സലഫിയ എന്ന് പറയുന്നതിൽ ഒരു മെത്രോളജി ആയിട്ട് അവർ കാണുന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ആ മൻഹജിന്റെ ഒരു ഉദാഹരണമായി അവർ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലോറിഫൈഡ് ആയ ആ 4 തലമുറയെ കുറിച്ചിട്ടാണ്. അതായത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബികൾ, താബികൾ, താബികൾ, ഈ പറയുന്ന 4 തലമുറകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു മെത്രോളജിയാണ് സാധാരണ സലഫി പ്രസ്ഥാനങ്ങളെല്ലാം അവർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ തന്നെ അവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ ബെസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഈ റൈഷ്യസ് ജനറേഷൻസ് എന്ന് അറിയപ്പെടുന്ന ഈ വിഭാഗത്തിന് ശേഷം സലഫികൾ പ്രധാനമായും അവരുടെ അടിത്തറ സ്വീകരിക്കുന്നത് ഇമാമുമാരുടെ ചരിത്രത്തിലാണ്. അത് ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന 4 മദ്ഹബുകളുടെയും അതുപോലെ തന്നെ മറ്റ് ധാരാളം മദ്ഹബുകളുണ്ട്. ഇമാം തൊബരിയുടെ, ഇമാം ബൈഹഖിയുടെ, മറ്റു പല മദ്ഹബുകളെയും അവരടിസ്ഥാനമായി നമുക്ക് കൊണ്ടു നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഇമാമുമാരുടെ കാഴ്ചപ്പാടുകൾ അതേപടി സ്വീകരിക്കുന്നത് കൂടെ തന്നെ, എന്നാൽ അതൊരു അന്ധമായ നിലപാടിലേക്ക് പോവാൻ പാടില്ല എന്നും കൂടി അവർ ഈ ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഈ മൻഹജിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്ന് ഖുർആനും സുന്നത്തുമാവുന്നതോടുകൂടി തന്നെ ആ സുന്നത്തിനെ പിൻപറ്റിയ സ്വഹാബികളും അവരുടെ അനുയായികളായ ത്വാബികളും അവരുടെ അനുയായികളായ താബികളും ആ ഒരു തലമുറകളിൽപ്പെട്ട 4 ഇമാമുമാരെയും മൻഹജിന്റെ ബേസ് ആയി അടിസ്ഥാനമായി സലഫി മൂവ്മെന്റുകളെല്ലാം പൊതുവെ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെയാണ് ഈ ഒരു വിഷയത്തിൽ സലഫി വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് ഈ അഹ്ലു സുന്നത്ത് വൽ ജമാ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ. ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ചർച്ചയെ കേന്ദ്രീകരിക്കുന്ന പ്രധാനമായ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബനു ഇസ്രായേൽ സമൂഹം 72 വിഭാഗങ്ങളായി, സെക്റ്റുകളായി സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. എൻ്റെ സമൂഹം 73 ആവുകയും അതിൽ എല്ലാവരും നരകത്തിലാവുകയും അതിലൊന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഈ അവസാനത്തെ വിഭാഗം ആരായിരിക്കുമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, ആരൊക്കെ എന്നെയും എൻ്റെ സഹാബികളെയും പിൻപറ്റുന്നോ അവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയുന്നുണ്ട്. ഇത് ഇമാം തിർമിദി അദ്ദേഹം ഹസൻ എന്ന നിലയിൽ, നല്ല ഹദീസ് എന്ന നിലയിൽ കോട്ട് ചെയ്ത ഒരു അദ്ദേഹത്തിന്റെ സുനൻ തിർമിദിയിൽ പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഹദീസ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പദാവലികളിൽ ഒന്നായ ഈ പദപ്രയോഗം സലഫി പ്രസ്ഥാനങ്ങൾ അവരിലേക്ക് ചേർത്ത് വായിക്കുന്നത് നമുക്ക് കാണാം. ഈ അവസാനം ആരൊക്കെ എന്നെ പിൻപറ്റുന്നോ, എൻ്റെ അനുയായികളെ പിൻപറ്റുന്നോ അവരെല്ലാം അഹ്ലുസുന്ന അവരായിരിക്കും സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്ന വിശദീകരണത്തിൽ ഈ ഭാഗം ഞങ്ങളാണ് എന്ന് സലഫി പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും അതിനെ ഏറ്റെടുക്കാനുള്ള പ്രധാന ന്യായങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ വിവിധ നെറേറ്റീവ്സുകളും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ക്ലാസ്സിൽ വിശദമായി കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലെങ്കിൽ സലഫി മൂവ്മെന്റുകളുടെ പ്രധാന
പണ്ഡിതന്മാരായി ഒരുപാട് പേരെ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ രചനകളിൽ നമുക്ക് കൂടുതൽ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉ റാഷിദീങ്ങളും അതിനുശേഷമുള്ള താബികളും താബികളും ആ ഒരു ഘട്ടത്തിലുള്ള 4 ഇമാമുമാരും മറ്റു പ്രമുഖരായ പണ്ഡിതന്മാരും എല്ലാം സലഫി പ്രസ്ഥാനങ്ങളുടെ അടിയാധാരങ്ങളാണ്. പ്രധാന പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരും സ്രോതസ്സുകൾ തന്നെയാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ അവർ റെഫർ ചെയ്യുന്നത് കാണാം. അതിൻ്റെ അർത്ഥം ബാക്കി ഇമാമുമാർ ചെയ്യുന്നില്ല എന്നില്ല. പക്ഷേ നമ്മൾ സലഫിസം എന്ന് പറയുന്ന പദാവലികളെ കുറിച്ച് പഠിക്കുമ്പോൾ പൊതുവെ വെസ്റ്റേൺ രചനകളിലും അല്ലെങ്കിൽ സലഫി മൂവ്മെന്റിനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ സ്റ്റഡികളിലുമെല്ലാം അത് ഇമാം അഹ്മദ് ബിൻ ഹംബലിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പിന്നോട്ട് താഴോട്ട് വരുന്നത് കാണാം. എന്നാൽ അത് ശരിയായ നിലപാടല്ല. കാരണം അതിനു മുമ്പുള്ള പണ്ഡിതന്മാരെയും ആ ഒരു കാലത്ത് ജീവിച്ച എല്ലാവരെയും ഒരുപോലെ ഇവർ ഈ ഒരു വിഷയത്തിൽ റെഫർ ചെയ്യുന്നത് കാണാം. അതിനൊരു കാരണം ഷെയ്ഖ് അൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഒരു പ്രധാന സ്രോതസ്സായി വെസ്റ്റേൺ പണ്ഡിതന്മാർ സലഫി വിഭാഗത്തിന്റെ സ്രോതസ്സായി കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് മുഅ്തസിലി വിഭാഗവുമായും അബ്ബാസി ഖിലാഫത്തിന്റെ പശ്ചാത്തലത്തിൽ മുഅ്തസിലി വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടിയ പ്രധാനപ്പെട്ട പണ്ഡിതൻ എന്ന നിലയിലും ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുഅ്തസിലികളുടെ ലോജിക്കലായ, അതായത് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭൗതികതയ്ക്ക് ടെക്സ്റ്റിന് മേലിൽ പ്രാധാന്യം നൽകുന്ന നിലപാടിനെ വിമർശിക്കുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ നിലപാടുകൾ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ സലഫികൾക്കെതിരെ പൊതുവെ ഈ വിഭാഗം, അതായത് ഓറിയന്റലിസ്റ്റുകളോ ഈ ക്രിട്ടിക്കുകളോ നൽകുന്ന പദാവലിയാണ് ലിറ്ററലിസ്റ്റിക് എന്ന് പറയുന്ന പദാവലി. അതിന് ഏറ്റവും പ്രധാന തെളിവായി അവരുദ്ധരിക്കുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെയാണ്. പക്ഷേ അവിടെ അവർക്ക് തെറ്റുന്നത്, അദ്ദേഹം ഒരിക്കലും ഒരു അക്ഷര പൂജകനോ അക്ഷര വായന നടത്തുന്നവനോ ആയിരുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലും ഖുർആനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ടെക്സ്റ്റുകളുടെ ഉള്ളിൻ്റെയും വരികൾക്കിടയിലും കൂടി വായിച്ചുകൊണ്ട് തന്നെയാണ് മുഅ്തസിലികൾ എന്ന് പറയുന്ന ആധുനിക ആ കാലത്തെ യുക്തിവാദികൾക്ക്, മുസ്ലിങ്ങളായ യുക്തിവാദികൾക്ക് അദ്ദേഹം മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിലേക്ക് ഈ സലഫി പ്രസ്ഥാനത്തിനെ ചേർക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അത് ലിറ്ററലിസം എന്ന് പറയുന്ന ഒരു ആരോപണം അത് ഫിറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതൊരു ആരോപണമാണ്, അതൊരിക്കലും ശരിയായ, അതായത് ഈ ഇമാം അഹ്മദ് ഹംബലിന്റെയോ അദ്ദേഹത്തിന്റെ സംഭാവനകളെയോ തിരസ്കരിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഹംബലിനെ ഈ ക്രിട്ടിക്കുകൾ ഈ സലഫി പ്രസ്ഥാനത്തിന്റെ പ്രധാനിയായി ചിത്രീകരിക്കുന്നത്. ആ ഒരു മദ്ഹബിലോ അല്ലെങ്കിൽ ആ ഒരു നിലപാടോ സ്വീകരിച്ച മറ്റൊരു പ്രധാന പണ്ഡിതനാണ് 13-ാം നൂറ്റാണ്ടിലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഇസ്ലാമിക ലോകത്ത് നിരവധി സംഭാവനകൾ അർപ്പിച്ച, അതുപോലെ തന്നെ 200-ലധികം രചനകൾ നിർവഹിച്ച, ഒരേ സമയം തന്നെ പേനയിലൂടെയും അതേസമയം തന്നെ മംഗോളികൾക്കെതിരെ യുദ്ധം ചെയ്ത, അതുപോലെ തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായി മാറിയ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ സലഫി ആ ഒരു മെത്തഡോളജിക്കും സലഫി പെർസ്പെക്റ്റീവിനും പ്രധാന അടിത്തറയായി മാറി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ജീവിതത്തെക്കുറിച്ച് വിശദമായ പഠനം നമ്മൾ ഈ ഒരു വർഷപ്പിൽ നടത്തുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നൂറ്റാണ്ടുകൾക്കിപ്പുറം ധാരാളം പണ്ഡിതന്മാർ ഇബ്നു തൈമിയയുടെ അനുയായികളായ ഇബ്നു കസീർ, ഇബ്നു അസീർ, ഇബ്നുൽ ഖയ്യിം പോലെ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഒരു മേഖലയിൽ തന്നെ ധാരാളം സംഭാവനകൾ അർപ്പിച്ചതാണെങ്കിൽ പോലും പ്രധാനമായും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിലേക്കാണ് പിന്നീട് സലഫി പ്രസ്ഥാനത്തിന്റെ ഒരു ആധുനികമായ ബന്ധം കണക്ട് ചെയ്യപ്പെടുന്നത്. അതായത് അതിനു മുമ്പ് ഇല്ല എന്നല്ല ഞാനിത് പറയുന്നത്. സലഫിയ എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ ക്രിട്ടിക്കലായി കാണുന്നവർ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിലേക്ക് ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന നിലയിൽ, ആധുനികമായ ഇമ്മീഡിയറ്റ് കോസ് എന്ന നിലയിൽ കണക്ട് ചെയ്യുന്നത് കാണാം. പക്ഷെ അതും ശരിയായ വായനയിൽ അതിനു മുമ്പ് ധാരാളം പേർ ഈ ഒരു മേഖലയിൽ തന്നെ സംഭാവനകൾ അർപ്പിച്ചതാണ്. എന്നാൽ പോലും സലഫിയ മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ റിഫോമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാലികമായ മത സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചും ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ രചനകളും ചിന്തകളെക്കുറിച്ചും നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം, ബ്രിട്ടീഷുകാർ ഈ വഹാബി എന്നുള്ള പദപ്രയോഗം ഒരു വെസ്റ്റേൺ പടിഞ്ഞാറൻ പദാവലിയാണ്.
ആ പദാവലി പല ഭാഗങ്ങളിലും പല അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെട്ടത്. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടത്തിയ സൂഫികളെ പോലും വഹാബി എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചതായി നമുക്ക് കാണാം. 1871 രചിച്ച ഹണ്ടറിന്റെ ദ ഇന്ത്യൻ മുസൽമാൻ എന്ന് പറയുന്ന രചനയിൽ അവിടെ ദ വഹാബി കോൺസ്പിരസി എന്ന് പറയുന്ന തരത്തിൽ ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. ഇതൊരിക്കലും ഇന്ന് നമ്മൾ സലഫികളായി മനസ്സിലാക്കപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമായിരുന്നില്ല. ആന്റി കൊളോണിയൽ കാഴ്ചപ്പാട് സ്വീകരിച്ചിരുന്ന പണ്ഡിതന്മാരെയും അവരുടെ അനുയായികളെയും, അത് സൂഫികളോ ആരോ ആവട്ടെ, അവർക്കും കൂടി ഉപയോഗിച്ച പദപ്രയോഗം എന്ന നിലയിലാണ് വഹാബി എന്നുള്ള പദപ്രയോഗം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരിനോട് ചേർത്ത് വഹാബിസം എന്നുള്ള പദം വരുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടിൽ, അതായത് അതിനെ സ്വീകരിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ ഒരു തീവ്രവാദം എന്നോ ലിറ്ററലിസ്റ്റിക് വായന എന്ന നിലയിലോ സലഫി മൂവ്മെന്റിൽ നിന്ന് രൂപപ്പെട്ട മറ്റൊരു വിഭാഗം എന്ന നിലയിലോ മാത്രമാണ് വായിക്കുന്നത്. പക്ഷെ എന്നാൽ ആ ഒരു 18-19 നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ വഹാബി എന്നുള്ള പദപ്രയോഗം കൊളോണിയൽ ശക്തികൾ അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന മുസ്ലിം നേതൃത്വങ്ങളെയും അനുയായികളെയും ഉപയോഗിച്ച പദവും കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് വഹാബി എന്നുള്ള പദപ്രയോഗം ആ കാലഘട്ടങ്ങളിൽ വ്യവഹരിക്കപ്പെട്ടത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ സലഫി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചർച്ചകൾ ആണ് അൽ വല വൽ ബറ എന്ന് പറയുന്നതും അൽ ഖുറൂജ് വസ്സൗറ എന്ന് പറയുന്ന 2 വിഷയങ്ങൾ. അതായത് അൽ വല വൽ ബറ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തോടും അവരോട് അടുത്ത് നിൽക്കുകയും ആ അടുത്ത് നിൽക്കുന്നതിനുള്ള ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ, കണ്ടീഷൻസ് നോക്കുകയും അതുപോലെ തന്നെ തങ്ങളോട് വിഭിന്നമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരോടുള്ള നിലപാടുകളും വ്യക്തമാക്കുന്ന ഒരു ചർച്ചയാണ് ഈ അൽ വല വൽ ബറ എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമികമായ ഒരു മുസ്ലിം കൾച്ചറിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവൻ, എന്നാൽ തൻ്റെ കൂടെയുള്ളവനും തന്നിൽ നിന്ന് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവൻ പുറത്താവും എന്ന് പറയുന്ന ചില സലഫി പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാം. ഈ ഒരു മേഖലയിലാണ് തക്ഫീറുകൾ, കാഫിറാക്കൽ, ഒരു വിശ്വാസിയെ തന്നെ കാഫിറാക്കുന്ന പ്രവണത ചില വിഭാഗങ്ങൾക്ക്, ഞാൻ എല്ലാ സലഫി മൂവ്മെന്റുകളിലും അങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത്, ചില ആൾക്കാർക്കിടയിൽ ഈ ഒരു തീവ്ര നിലപാടുണ്ടാവുകയും തങ്ങളുടെ കാഴ്ചപ്പാടിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ തക്ഫീർ എന്ന് പറയുന്ന കാഫിറാക്കുന്ന നിലപാടുകയും സമൂഹത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്ന, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില കാഴ്ചപ്പാടുകളും ഈ ഒരു തങ്ങളോടുള്ള സൗഹൃദം പ്രകടിപ്പിക്കുന്നതും തങ്ങളോട് വിരുദ്ധമാവുന്നതും എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതും അതിൻ്റെ വിശദമായ വിശദീകരണവും അതിന് ഉപയോഗിക്കുന്ന ന്യായവാദങ്ങളും അതിനെതിരെയുള്ള ചർച്ചകളും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ഭരണകൂടവും അതിനോടുള്ള സമീപനവും. ഭരണകർത്താവിൻ്റെ പൊതുജനങ്ങളുള്ള സമീപനം, അതിനെ വിമർശിക്കാമോ, ഭരണകർത്താവിൻ്റെ മർദ്ദന നിലപാടുകൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ ശബ്ദമുയർത്താമോ എന്ന് പറയുന്ന ഒരു വിഷയം. അവിടെയാണ് ഈ റെബല്യനുമായി ബന്ധപ്പെട്ട സമരങ്ങളും അതുപോലെ തന്നെ വിമത സ്വരങ്ങളും റെബലുകളും ഒക്കെ രൂപപ്പെടുന്ന ഒരു ചർച്ച ഇവിടെയുണ്ട്. അതിന് സലഫി പ്രസ്ഥാനങ്ങൾക്ക് വളരെ വ്യതിരിക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ പല വിഭാഗങ്ങളും വ്യത്യസ്തമായ അഭിപ്രായം സൂക്ഷിക്കുന്നവരും കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സലഫി മൂവ്മെന്റുകൾ പൊതുവെ ഈ പറയുന്ന ഒരു പ്രക്ഷോഭത്തെക്കുറിച്ചും അതുപോലെ തന്നെ സമരങ്ങളെക്കുറിച്ചും വിമത സ്വരങ്ങളെ ഉയർത്തുന്നതിനെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അത് പറയാതെ, ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാതെ സലഫി മൂവ്മെന്റുകളുടെ നയനിലപാടുകൾ സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുന്ന സലഫി മൂവ്മെന്റുകളെ കുറിച്ചിട്ടുള്ള ചർച്ച. അതായത് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് സലഫി പ്രസ്ഥാനങ്ങളുടെ പ്രധാന ആശയങ്ങളും അവരുടെ മെത്തഡോളജികളെയും കുറിച്ചായിരുന്നു. അതിൻ്റെ കൂടെ സലഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും ഈ സലഫി പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ കാരണവും അതിൻ്റെ പ്രധാന നേതാക്കന്മാരുടെയും അവരുടെ സംഭാവനകളും അവരുടെ സമീപനങ്ങളും നമ്മൾ വിശദമായി സംസാരിക്കുന്നതായിരിക്കും. അതിൽ ഈജിപ്ഷ്യൻ സലഫിസം എന്ന പേരിൽ അല്ലെങ്കിൽ അസലഫിയ തൻവീരിയ എന്നറിയപ്പെടുന്ന
എൻലൈറ്റൻഡ് സലഫിസം എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗമാണ് ഈജിപ്ഷ്യൻ സലഫിസം. അതിൽ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് എന്നീ പറയുന്ന അഗ്രഗണ്യരായ പണ്ഡിതന്മാരുടെ ഒരു തോട്ട് പ്രോസസ്സിനെയാണ് പൊതുവെ ഈജിപ്ഷ്യൻ സലഫിസം എന്ന് വിളിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയത് ആദ്യഘട്ടങ്ങളിൽ 1900ങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ ഈ ഈജിപ്ഷ്യൻ സലഫിസമാണ് എന്നത് നമ്മൾ വിശദീകരിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതിന് പ്രധാന കാരണങ്ങളും അവരുടെ സംഭാവനകളും നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നീട് ഈ സൗദി അറേബ്യയും അതിൻ്റെ ചുറ്റുപാടും കേന്ദ്രീകരിച്ചുണ്ടായ വിവിധ സലഫി ഗ്രൂപ്പുകളെയും പണ്ഡിത സഭകളെയും കുറിച്ചും നമ്മൾ വിശദമായ പഠനം നടത്തുന്നുണ്ട്. അതായത് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ ഉലമ എന്നറിയപ്പെടുന്ന ആലു ഷെയ്ഖ്, അതായത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കുടുംബവുമായി ബന്ധമുള്ള ധാരാളം പണ്ഡിതന്മാരും അല്ലെങ്കിൽ അവരുടെ തന്നെ അനുയായികളായ ധാരാളം പണ്ഡിതന്മാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒഫീഷ്യൽ ഉലമ എന്നറിയപ്പെടുന്നത്. അവരുടെ സലഫി മെത്തഡോളജിയും അവർ ഭരണകൂടം, ജനം, വിവിധ വിഷയങ്ങൾ അടക്കമുള്ള സമീപനങ്ങളൊക്കെയും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഈ അടുത്ത് അന്തരിച്ച മരണമടഞ്ഞ ഷെയ്ഖ് റബി മദ്ഖലി. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ വളരെ വ്യതിരിക്തമായി തന്നെ സലഫി നിലപാടുകൾ പ്രകടിപ്പിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ഒരു പക്ഷേ പുറം ലോകത്ത് നിരവധി വിമർശനങ്ങൾക്ക് ഇരയായിട്ടാണെങ്കിൽ പോലും സൗദി അറേബ്യയും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ മദ്ഖലിയുടെ നിലപാടുകൾക്ക് നല്ല സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ മഖ്ദീസിയും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി, സുറൂരി അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരുടെ നിലപാടുകളും നമ്മൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഗൾഫും അതുപോലെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് GCC നാടുകളിൽ അവിടെ ഇസ്ലാമിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായി കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സലഫി മെത്തഡോളജിയും സലഫി നിലപാടുകളുമാണ്. അതിന് പ്രധാന കാരണക്കാരായി മാറുന്നത് ഈ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണകൂടവും ജനങ്ങളുമായുള്ള നിലപാടുകൾ സംസാരിക്കാതെ സലഫി മൂവ്മെന്റിനെ കുറിച്ചുള്ള ചർച്ച പൂർണ്ണമാവുകയില്ല. മറ്റൊരു വ്യതിരിക്തമായ വിഭാഗമാണ് സൗദി അറേബ്യയിൽ തന്നെ ശക്തമായ സഹ്വ ഇസ്ലാമിയ എന്ന പേരിലോ അല്ലെങ്കിൽ സഹ്വ സലഫിയ എന്ന പേരിലോ അറിയപ്പെടുന്ന മൂവ്മെന്റ്. അത് ഇഖ്വാനി പണ്ഡിതനായിരുന്ന ഷഹീദ് സയ്യിദ് ഖുത്തുബിന്റെ സഹോദരനായിരുന്ന മുഹമ്മദ് ഖുത്തുബിന്റെ അനുയായികൾക്കും ശിഷ്യഗണങ്ങളുമാണ് സഹ്വ ഇസ്ലാമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം രൂപീകരിച്ചത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ, മുസ്ലിം ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ നവോത്ഥാന നിലപാടുകളും സലഫി മെത്തഡോളജിയും കൂടെ ഒരു സമ്മിശ്രമാണ് സഹ്വ ഇസ്ലാമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ, ആധുനിക ചരിത്രത്തിൽ റിഫോമുമായി ബന്ധപ്പെട്ട, സാമൂഹിക നവോത്ഥാനവുമായി ബന്ധപ്പെട്ട, രാഷ്ട്രീയ പരിവർത്തനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ മുന്നിൽ കൊണ്ടുവന്നത് ഈ വിഭാഗമാണ്. അതിൻ്റെ കൂടെ തന്നെ സഹ്വ ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ വിഭാഗം സൗദി അറേബ്യയിലുള്ള സലഫി പണ്ഡിതന്മാർക്ക് സമാന്തരമായി നിൽക്കുന്ന ഒരു പണ്ഡിത വിഭാഗം കൂടിയായി മാറുന്നതായി നമുക്ക് ചരിത്രത്തിൽ, സമകാലിക ചരിത്രത്തിൽ വായിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സഹ്വ ഇസ്ലാമിയുടെ വ്യതിരിക്തമായ സവിശേഷമായ മുഖം, സലഫി അതുപോലെ തന്നെ ഇഖ്വാനി കാഴ്ചപ്പാടുകളുടെ ഒരു സമ്മിശ്രമായ ഒരു മുഖത്തെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ സലഫി പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം നൽകിയത്, അതിന് നേതൃത്വം വഹിച്ചത് അഹ്ലെ ഹദീസ് മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സലഫി മൂവ്മെന്റ് ആണ്. അതിൻ്റെ ഒരു പക്ഷേ ബന്ധം നമുക്ക് കാണുവാൻ കഴിയുന്നത് ചില പണ്ഡിതന്മാർ ഷാവുലിദ ദഹ്ലവിയിലേക്കും അദ്ദേഹത്തിൻ്റെ മക്കൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് ദഹ്ലവി, പിന്നീട് ഇസ്മായിൽ ദഹ്ലവി അടക്കമുള്ള വിവിധ മക്കൾ നിരകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് കാണാം. എന്നാൽ സിദ്ദീഖ് ഹസൻ ഖാനെ പോലുള്ള ആൾക്കാരുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ അഹ്ലെ ഹദീസ് മൂവ്മെന്റ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സലഫി കാഴ്ചപ്പാടുകളും അതിൻ്റെ കൂടെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളും ഉള്ള ഒരു വിഭാഗം എന്ന നിലയിൽ അഹ്ലെ ഹദീസിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു അഹ്ലെ ഹദീസിന്റെ ചരിത്രം, അതിൻ്റെ കൂടെ തന്നെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലുള്ള വിവിധ മുസ്ലിം സംഘടനകൾ ഈ അഹ്ലെ ഹദീസിനെ എങ്ങനെ കണ്ടുവെന്നും അതിനോടുള്ള ഇവിടെ റെസ്പോൺസ് എന്തായിരുന്നുവെന്നും നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ചർച്ചയെ അവസാനിപ്പിച്ചുകൊണ്ട് കേരളീയ സലഫി പ്രസ്ഥാനങ്ങളുടെ രൂപീകരണം, അവർ കേരളത്തിലുണ്ടാക്കിയ, മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ നവോത്ഥാനം, അതിന് കേരളീയ മുസ്ലിം ചരിത്രത്തിൽ അവർ ചെയ്ത
ഇസ്ലാഹി പരിഷ്കരണ പ്രവർത്തനങ്ങൾ, ഇതിനോട് കേരള മുസ്ലിം സമൂഹവും അവരുടെ പ്രതികരണങ്ങളും, അതിൻ്റെ കൂടെ തന്നെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു സലഫി മൂവ്മെന്റിന് ഉള്ളിൽ തന്നെ ഉണ്ടായ സംഘർഷങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ചും നമ്മൾ വിശദമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സലഫിൽ നിന്ന് തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ കേരളീയ മുജാഹിദ് അല്ലെങ്കിൽ കേരളീയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രവും സമകാലിക വർത്തമാനങ്ങളും അടങ്ങുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ വർക്ക്ഷോപ്പ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കൂടി സലഫി പ്രസ്ഥാനങ്ങളുടെ സംഭാവനകളും സലഫി പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെന്റും കേരളത്തിലും ചെലുത്തിയ സ്വാധീനവും അവരുടെ പോസിറ്റീവായ ചില മുഖങ്ങളും സംസാരിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ വിമർശനാത്മകമായ ഒരു സമീപനവും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചയിലായിരിക്കും നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് കൺക്ലൂഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സലഫി പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളെ ശക്തമായി മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ വായിക്കാനും ഇസ്ലാമിക ചരിത്രത്തിലും ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും ഈ വിഭാഗം സലഫി മൂവ്മെന്റുകളുടെ അവരുടെ വ്യതിരിക്തമായ പങ്കാളിത്തത്തെക്കുറിച്ചും വിശദീകരിച്ചു കൊണ്ടായിരിക്കും നമ്മളുടെ ഈ ചർച്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.